ഹലോ എവ്രിബഡി, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇത് കൂർക്ക. മോസ്റ്റ്ലി മലയാളികൾക്ക് മിക്കവാറും എല്ലാവർക്കും അറിയാം. അറിഞ്ഞൂടാത്തവർക്ക് ഇത് ചൈനീസ് പൊട്ടാറ്റോ എന്നും പറയും. പിന്നെ മോസ്റ്റ് ഈസിയസ്റ്റ് മെത്തേഡ് ഓഫ് ക്ലീനിങ് എന്ന് പറയുന്നത് ഇത് സ്ക്രേപ്പ് ചെയ്യാന്ന് മാത്രമാണ്. ഒരു കത്തി വെച്ച് ചെറുതായിട്ടൊന്ന് ചിരണ്ടി കൊടുത്താൽ മതി ഡ്രൈ ആയിരിക്കുമ്പോൾ. എന്നിട്ട് ഇതിനെ നല്ലോണം വാഷ് ചെയ്തെടുക്കാം. അപ്പൊ ഇന്ന് മനസ്സിലായല്ലോ എന്താണ് നമ്മുടെ കുക്കിങ്ങിനുള്ളതെന്ന്. കൂർക്ക മെഴുക്കുവരട്ടിയാണ്. കേട്ടിട്ടില്ലേ? കൊച്ചിലെ നമുക്ക് ഇഷ്ടമില്ലാത്ത സാധനങ്ങളൊക്കെ വലുതാവുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ലേശം ഇഷ്ടം തോന്നും, പിന്നെ ഒത്തിരി ഇഷ്ടം തോന്നും, പിന്നെ അത് നമ്മുടെ ജീവിതശൈലിയുടെ ഒരു ഭാഗമായിട്ട് മാറും. അങ്ങനെ ഒരു സാധനമാണ് ഈ കൂർക്ക എന്ന് പറയുന്നത്. എനിക്ക് അതേപോലെ കുഞ്ഞിലെ അമ്മ പെട്ടെന്ന് ഉണ്ടാക്കി തരുന്ന ആ ഉപ്മാവ്, അതിന്റെ രുചി ഇതുവരെ മാറിയിട്ടില്ല. സോ അങ്ങനെ ഒരു മെഴുക്കുവരട്ടിയാണ് ഇന്ന് നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത്. നവംബർ ഡിസംബർ ആവുമ്പോഴേ ഞാൻ നോക്കിയിരിക്കും നാട്ടിൽ നിന്ന് വരുന്ന സാധനങ്ങളുടെ കൂട്ടത്തിൽ നല്ല കൂർക്ക കിട്ടുമോ, വലുപ്പമുള്ള കൂർക്കയാണോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ലേശം കൂർക്ക ഇപ്രാവശ്യം വാങ്ങി. എല്ലാം വലുതാണ്. നീളം അരിഞ്ഞ് അതിന് സ്റ്റീമിൽ വേവിച്ച് ഉപ്പുമിട്ട് വേവിച്ചതാണ് വച്ചേക്കും. ഞാൻ എക്സ്റ്റീമറിലാണ് ഇത് വേവിക്കാനായിട്ട് വെച്ചത്. ഇത് വേകുന്ന സമയത്ത് നമുക്കൊരു വലിയ ചട്ടിയിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്ത് വെളുത്തുള്ളിയും ജീരകവും പിന്നെ ഇച്ചിരി സോപ്പും, അതായത് പെരുംജീരകം, ഇത് മൂന്നും കൂടെ ഒന്ന് ഇടിച്ചെടുക്കാം. അതിന്റെ കൂട്ടത്തിൽ ഞാൻ ഒരു 5-6 കാന്താരിമുളക് ഇട്ടിട്ടുണ്ട്. കാന്താരിമുളക് കുറവായിരുന്നു, പക്ഷെ നിങ്ങളുടെ കയ്യിൽ കൂടുതലുണ്ടെങ്കിൽ എത്ര ഇട്ടാലും അത്രയും രുചി കൂടും. അത് ഒന്ന് ലേശം ചതച്ചെടുത്ത് ഈ ഓരോന്നായിട്ട് ഇതിനകത്തോട്ട് എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് അതൊന്ന് മൊരിഞ്ഞ് വന്നപ്പോഴത്തേക്കും കരിവേപ്പിലയും റെഡ് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ടു. ഇത് ഒന്ന് വാടുമ്പോഴത്തേക്ക് പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞ് ഉള്ളി ഇതിനകത്തോട്ട് ചേർത്ത് ഒന്ന് ഹാഫ് ഫ്രൈ ആക്കി എടുക്കണം. അതിൽ ലേശം ഉപ്പ് ഇട്ടേക്കണേ. എന്നിട്ട് ഈ വേവിച്ച കൂർക്ക ഇതിനകത്തോട്ട് തട്ടി ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം. എന്നിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ലേശം മുളക് പൊടി, ഇത് മൂന്നും കൂടെ പുരട്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ അത്രയും ഉപയോഗിക്കാനുള്ള ഒരു പേര്, ഒരു രുചിക്ക് വേണ്ടിയിട്ട് നല്ലോണം വഴറ്റുക. ഇത് കൂർക്ക ഒന്ന് നമ്മുടെ ചക്കക്കുരിയൊക്കെ ഫ്രൈ ആവുന്ന പോലെ ഒന്ന് ക്രിസ്പി ആയിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പൊടിപ്പൊടിയായിട്ടുള്ള ഓണിയൻസ് ഒരു 2 പിടി ഇതിന്റെ മണ്ടയ്ക്കൂടെ തൂക്കി കൊടുക്കുക. ഇതൊന്നായിട്ട് നമ്മളിത് ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ചെയ്യാൻ വെക്കുക. ഈ ഉള്ളി നമുക്ക് ഒത്തിരി ഫ്രൈ ആവണമെന്നില്ല, ഒരു ഹാഫ് ഫ്രൈ ആയാൽ മതി. ഇതിലേക്ക് പെപ്പർ പൗഡർ ഒരു 1/2 സ്പൂൺ തൊട്ട് 1 സ്പൂണിനകത്ത് നിങ്ങളുടെ എരിവിന്റെ ഇതനുസരിച്ച് പെപ്പർ പൗഡർ ഇടാന്നുള്ളതാണ്. നല്ലൊരു രുചിയാണ് തരുന്നത്. ഇതിന് 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ച് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ സ്വാദിഷ്ടമായ കൂർക്ക മെഴുക്കുവരട്ടി റെഡി. വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ until next recipe, bye bye, take care.